Praise Lord. It's good to be in the house of the Lord. പൗലോസ് ആർക്ക് എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. കൊലോസ്യർക്കോ റോമൻസ് ഏതോ ഒരു ചർച്ചിന് എഴുതുമ്പോൾ എഴുതിയിട്ടുണ്ട്, എൻ്റെ മനസ്സ് തണുപ്പിച്ച ഉനേസിഫോറസിൻ്റെ ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ട്. സോ ഐ ഹാവ് ദ സെയിം തിങ്. ഇന്ന് ആക്ച്വലി സ്റ്റീവ് ഒരു 5 minutes എടുത്തതിൽ that actually cooled down my heart. So I only signed up for 30 minutes, maybe less, maybe 20 minutes. ഞാൻ 20 മിനിറ്റ് സാധനങ്ങളോട് പറഞ്ഞുള്ളൂ. Now I have like 40 minutes, not 40, I think it's almost more than that. I didn't actually sign up for it, but so let's see how the Lord actually leads. Let's close our eyes and say a word of prayer. സ്വർഗ്ഗീയ പിതാവേ, ഏതെങ്കിലും ഒരു പ്രാവശ്യം കൂടെ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം കർത്താവേ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കർത്താവേ ദൈവത്തിൻ്റെ വചനം കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവേ പ്രകാശിപ്പാൻ കർത്താവേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ജനത്തെ കർത്താവേ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം സംസാരിപ്പാൻ കർത്താവേ അടിൻ്റെ നാവിന്മേൽ കർത്താവേ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിൻ്റെ കർത്താവേ ആഴങ്ങളെ കർത്താവേ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുനാമത്തിൽ തന്നെ, ആമേൻ. So I have a few things. I don't know how this is going to go down, but I was actually very impressed upon the Psalms that Aju took. Especially Sajanangal also mentioned a few things about it. This is Psalm 56 verses 8. നമുക്ക് ഒന്നുകൂടെ ഒരു വാക്യം വായിക്കാം. Psalms and I will share what impressed upon me. This is something we heard a lot of time. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. Psalms 56 verse 8. Yes. Put my tears. നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ കരുതുന്ന ഒരു ദൈവം. See how amazing it is to know that our cries are stored in a barrel. അല്ലേ, നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ കരുതുന്ന ഒരു ദൈവം. നമ്മൾ എന്തിനാണ് ദൈവം ഈ തുരുത്തി കരുതുന്നതിനെ പറ്റി അതിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങൾ പറയുണ്ടായി, വിച്ച് ഈസ് ട്രൂ. റോമൻസിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു ആചാരമായിരുന്നു. ദാറ്റ് ഈസ് ഓൾ ട്രൂ. ബട്ട് so God has something very special. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. There are so many people went through troubles, so many people went through a lot of struggles in their life. God has heard their prayers. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പല മാതാക്കൾ, പല ദൈവമക്കൾ പ്രാർത്ഥിച്ചതായിട്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചതായിട്ടും ദൈവത്തോട് അപേക്ഷിച്ചതായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ വാട്ട് റിയലി സ്ട്രക്ക് മീ ഇസ് ദ ക്രൈ ഓഫ് റേച്ചൽ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം ദൈവസനിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലെറ്റ്സ് ടേൺ ഇറ്റ് ഇൻ ടു ജെറമായ 31 verses 15. ജെറമായയിൽ ഒരു വാക്യം പറയുന്നുണ്ട്. 31 പുസ്തകത്തിൽ അതിൻ്റെ 15 വാക്യം തോന്നുന്നു. A voice is heard in Rama, a lament with bitter weeping for her children, refusing to be comforted for her children because there are no more. So അവിടെ ഒരു നിലവിളി അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നിലവിളിക്കുന്ന ആരാണെന്ന് എഴുതിയിട്ടുണ്ട്, അല്ലേ? റേച്ചൽ, ജേക്കബിൻ്റെ ഭാര്യയായ റേച്ചൽ കരയുന്ന ഒരു വിഷയത്തെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. Now we don't want to go into why Rachel was weeping. അവിടെ പക്ഷേ അതിൻ്റെ ആ ദൈവം മാനിക്കുന്ന, ദൈവം ആദരിക്കുന്ന ഒരു വിഷയത്തെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. God actually stores that cry and even recorded in his book. അവിടെ എഴുതി വെച്ചേക്കും, അല്ലേ? എന്തൊരു അത്ഭുതം, അല്ലേ? സാജങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ ബുക്ക് ഓഫ് റിമെമ്പറൻസിൽ
ഓർമ്മയുടെ പുസ്തകത്തിൽ നമ്മുടെ കണ്ണുനീര്, നമ്മുടെ ചെയ്ത പ്രവൃത്തി എല്ലാം എഴുതി വെച്ചേക്കുന്നുണ്ട്. God even had Rachel's cry written in the book of remembrance. Now how does Rachel's cry, റേച്ചലിൻ്റെ കരച്ചിലിനെ എങ്ങനെയാണ് ദൈവം മാനിച്ചത് എന്നുള്ളൊരു വിഷയം നമുക്ക് വായിക്കാം. റേച്ചൽസ് ഫസ്റ്റ് ബോൺ വാസ് ജോസഫ് ആയിരുന്നു ഫസ്റ്റ് ബോൺ. ജേക്കബ് തൻ്റെ മരണത്തിനോട് അടുത്ത സമയത്ത് തൻ്റെ മക്കളെയെല്ലാം കൂട്ടി വരുത്തിയിട്ട് അവരെ അനുഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. അപ്പം ജോസഫിന് കൊടുത്ത ഒരു അനുഗ്രഹം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ജെനസിസ് ചാപ്റ്റർ 49 വേഴ്സസ് 22 ഓൺവേർഡ്സ്. അവിടെ ജോസഫിന് കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വിഷയത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. വായിക്കാം. And blessings of the deep that lies below, and the blessings of the womb, and the blessings of your fathers excels the blessing of your ancestors. അവിടെ എഴുതി വെച്ചേക്കുവാണ്, നിന്റെ പിതാക്കന്മാരുടെ അനുഗ്രഹത്തെക്കാട്ടിലും വലിയൊരു അനുഗ്രഹം I am giving to you. So it's more like, അത് മലയാളത്തിൽ നിന്ന് വായിച്ചു എൻ്റെ 25ാമത്തെ വാക്യം തൊട്ട്. See how big of a blessing that Joseph received. And അതിൻ്റെ കാരണം എന്താണ്? Because God has remembered the cries of Rachel. റേച്ചലിൻ്റെ കരച്ചിലിനെ ദൈവം ആദരിച്ചിട്ട് അവരുടെ മക്കൾക്ക് വേണ്ടി ദൈവം കൊടുത്ത അനുഗ്രഹം എത്ര മഹത്വമാണെന്ന് നോക്കി. Even though Joseph was not even the firstborn, ജേക്കബിൻ്റെ ഫസ്റ്റ് ബോൺ അല്ലാത്തിട്ട് പോലും ദൈവം അവനെ മാനിച്ചത് നോക്കി. അതൊന്നിട്ട് വായിച്ചേ, മലയാളത്തിൽ ഒന്നിട്ട് വായിച്ചേ. The blessing of your father excels the blessing of your. ഇത് ഏബ്രഹാമിൻ്റെയും ഐസക്കിൻ്റെയും ബ്ലെസ്സിങ്ങിനെ കാട്ടിലും വലിയൊരു അനുഗ്രഹമാണ് ജോസഫിന് കിട്ടുന്നത്, അല്ലേ? ജേക്കബിൻ്റെ ഫസ്റ്റ് ബോൺ ആരായിരുന്നു? റൂബേന് കിട്ടാത്ത ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ബർത്ത് റൈറ്റ് ആദ്യ മകൻ എന്നുള്ള ആ റൈറ്റിനേക്കാളിലും വലിയൊരു ബ്ലെസ്സിങ് ആണ് ജോസഫ് കിട്ടുന്നത്. See, what I'm trying to say is, നിങ്ങൾ ദൈവമക്കളുടെ കരച്ചിലിനെ ദൈവം സ്റ്റോർ ചെയ്തിട്ട് God will honor that. ദൈവം മാനിക്കുന്ന ദൈവം, അല്ലേ? നമ്മൾ അത് it may not change anything right now. Rachel actually കരഞ്ഞ് with pain he bore Benjamin actually അത് 33 ജെനസിസ് ചാപ്റ്റർ 35 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 18 എഴുതി വെച്ചിട്ടുണ്ട്, with her last breath, for she was dying, she named him Benoni, but his father called him. While she was giving birth to Benjamin, she had pain and she breathed her last breath. അവിടെ എഴുതി വെച്ചേക്കാണ് ബെഞ്ചമിനെ പ്രസവിക്കുന്നതിന് ആ സമയത്ത് by that time she was dead. See, even that moment itself, she was crying, she was so much in pain, അല്ലേ? ആ പെയിനെ, ആ കരച്ചിലിനെ ഒക്കെ, even maybe she also had so much prayer, so much crying in her life for Joseph, അല്ലേ? ആ ദൈവം കരച്ചിലിനെ മാനിച്ചിരുന്നത് അത്. See, one of the other thing is, even though your cry is for your generation, your next generation, it could also, God can actually take those cryings, ആ കരച്ചിലിനെ ദൈവം can take it into multiple generation. ഒരു ജനറേഷൻ അല്ല, ജനറേഷൻ കഴിഞ്ഞ ജനറേഷൻസിനെ മാനിക്കുന്ന ഒരു ദൈവം, അല്ലേ? നമ്മൾ ഇന്നലെ കൺവെൻഷന് പോയപ്പോൾ ആ കൃതാസൻ പറഞ്ഞ്, this cry actually, if you look at it, നമ്മൾ പൗലോസിനെ genealogy പഠിക്കും. Paulus came, where did Paul came from? From the tribe of Benjamin,
ഒരു കരച്ചിൽ, ഒരു മാതാവിൻ്റെ കരച്ചിലിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇറ്റ് ക്യാൻ ആക്ച്വലി ഗോ ഫ്രം ജനറേഷൻസ് ടു ജനറേഷൻ. ജനറേഷൻസ് ട്രാൻസ്ഫോം ചെയ്യുന്ന അല്ലേ, നമ്മുടെ ജനറേഷൻസ്, ഈ നമ്മുടെ മക്കളുടെ അങ്ങനെ ആ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു കരച്ചിലിനെയാണ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദ ക്രൈ ദാറ്റ് യു ഡു, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുന്നു, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജാഗരിക്കുന്നു, യു ക്യാൻ ആക്ച്വലി ഡു so much miracles in your life. So that's what actually came into mind. I hope you also have, many other thoughts comes into your mind. With that being said, what I wanted to share is, let's read, this is the topic that I want to share. Let's go into Isaiah, prophet Isaiah, chapter 37, verse 30. Yeah, so 30 is fine. So English lingana parayunnu, this will be a sign for you. This year you will eat what grows on its own, and in the second year what grows from that. And in that third year sow and reap, plant vineyards and eat their fruit. So നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തോ മനസ്സിലാക്കുന്നത്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? ദിസ് വിൽ ബി എ സൈൻ. അത് മലയാളത്തിൽ അതിൻ്റെ നല്ലോണം അതിൻ്റെ ആക്ച്വൽ മീനിങ്ങിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്നത് മലയാളം വന്നിട്ട്, കെൻ യു പുട്ട് Isaiah 37 verse 30? അവിടെ എഴുതി വെച്ചേക്കുന്നത് പടുവിത്ത് വിളയുന്നത്. സോ പടുവിത്ത് എന്തുവാ? തിങ്സ് ദാറ്റ് ആർ ത്രോൺ അവേ, തിങ്സ് ദാറ്റ് ആർ നമ്മൾ യൂസ് ചെയ്യാത്തൊരു കാര്യം അല്ലേ. നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് എന്തിനാ? വിത്ത് വിതച്ച് കഴിയുമ്പോൾ അതിൽ നിന്നാണ് ഫലം കിട്ടുന്നത് അല്ലേ. വി എക്സ്പെക്ട് ഫ്രൂട്ട് ടു കം ഔട്ട് ഓഫ് ദി സീഡ്സ് ആർ വി സോ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ എഴുതി വെച്ചേക്കുവാണ് ദാറ്റ് പടുവിത്താണ്, ദിസ് ഈസ് ദ ടൈം ഫോർ സീഡ്സ് ദാറ്റ് യു ഹാവ് നോട്ട് ഗ്രോൺ അല്ലേ. നമ്മൾ വിതയ്ക്കാത്തത്, നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുവാണ്? God is going to do that. Can we? So here's the thing. നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോമിസ് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൂ സ്പീക്സ് ഇൻ ദ ചർച്ച്, ആര് പ്രസംഗിച്ചാലും ദൈവത്തിൻ്റെ വചനമാണ് സംസാരിക്കുക. സോ ദിസ് ബൈബിൾ കണ്ടെയ്ൻസ് സോ മെനി പ്രോമിസസ് അല്ലേ. നമ്മൾ ആ പ്രോമിസസ് എല്ലാം റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? വി റിസീവ് ഇറ്റ്, വി ക്ലെയിം ഇറ്റ് അല്ലേ. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഒരു വാക്യം വായിക്കാം. ലൂക്കിൽ മേരിയുടെ, യേശുവിൻ്റെ മാതാവായ മേരിയുടെ ഒരു വിഷയം എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ലൂക്ക് ചാപ്റ്റർ 1 verses 30 to 33. അവിടെ എഴുതി വെച്ചേക്കുന്നത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിനെ, ദൈവം പറയുന്ന പ്രോമിസസിനെ അത് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് അതൊന്ന് വായിക്കാം. യെസ് 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 എന്ന് പറഞ്ഞു. See, that is a promise that Mary gets it, right? മേരിക്ക് ലഭിച്ച പ്രോമിസ് എന്തുവാണ്? It's such an amazing promise. Now how does she respond to it? Verse 38 വായിച്ചാൽ മതി. യെസ് യെസ്, അവിടെ എഴുതി നോക്കി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്നു. ദൂതൻ അവളെ വിട്ടുപോയി. See, if this is something that comes into our life, what would be our response? നമ്മുടെ ജീവിതത്തിലാണ് ഈ പ്രോമിസ് വരുന്നെങ്കിൽ നമ്മൾ, how does it we respond to the promises? So what I'm trying to say is, whenever somebody speaks a promise in the church, we have to claim it. We have to claim it that that's, Lord, that let it happen in my life. അവിടെ മേരി കൊടുത്ത such an amazing, നമുക്ക് എല്ലാവർക്കും അറിയാം, she wholeheartedly received that blessing. നമ്മൾ വചനം തുറന്ന് പഠിച്ചു കഴിഞ്ഞാൽ പലയിടത്തും ഇങ്ങനെ വിഷയങ്ങൾ നമുക്ക് വേറൊരു വായിക്കാം. ഹന്നയുടെ കാര്യം നമുക്കറിയാം. Let's read 1 Samuel 1 verses 15 to 18. 1 Samuel chapter 1 verses 15 to 17. Yes. Yes.
സി അവിടെ നമ്മളെല്ലാം നമുക്ക് ഭയങ്കര പരിചയമുള്ളൊരു വാക്യങ്ങൾ അല്ലേ. ഹൗ ഡസ് ഹന്ന റെസ്പോണ്ട് ടു ദ പ്രോമിസ്. അവിടെ ഏലിയാണ്. ഏലിയുടെ ജീവിതമൊക്കെ നമുക്കറിയാം. എങ്ങനെയായിരുന്നു അവൻ്റെ അന്ത്യമൊന്നും എങ്ങനെയായിരുന്നു. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൂ ആക്ച്വലി സ്പീക്സ് എ പ്രോമിസ് അല്ലേ. ഏലി പറയുന്നത് എന്തുവാ? സമാധാനത്തോടെ നീ പോയിക്കൊള്ളുക, ഇസ്രായേലിലെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ ഇസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലേ. അപ്പം എന്തുവാണ് ഹന്നയുടെ റെസ്പോൺസ്? എങ്ങനെ? ഹൗ ഡസ് ഹന്ന റെസ്പോണ്ട്? വേഴ്സ് 18. യെസ്. See, let thy handmaid find favor in thy sight. So the woman went away. See, അവൾ എങ്ങനെ ആ വചനത്തോട് ആ പ്രോമിസിനോട് റിസീവ് ചെയ്യുന്നു? ഒന്നുകൂടെ വായിച്ചേ. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറ്. See, let your handmaid find favor in thy sight. അല്ലേ? അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. So what I'm trying to say is, നമുക്ക് I can give you more responses. I can give you another response. How if you don't receive that promise, what will happen? നമ്മൾ ഒരു കിങ്ങിൻ്റെ ഒരു ക്യാപ്റ്റൻ്റെ ഒരു കാര്യം വചനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. 2 Kings chapter 7 verses 1. 2 Kings. Then Elisha said, yes, yes. In Samaria. So അവിടെ എഴുതി വെച്ചേക്കുവാണ്, അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സേവ ഗോതമ്പുമാവും ശേക്കലിന് 2 സേവ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു പറഞ്ഞു. നമുക്ക് അതിൻ്റെ ആ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ അവിടെ 2 Kings let me get to that. ഇതെന്തുവാണ്, ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് പറയുന്നുണ്ട്. ചാപ്റ്റർ 6ൻ്റെ ആ എൻഡ് തൊട്ട് 6ൻ്റെ 8 തൊട്ട് പറയുമ്പോൾ ഒരു അരാമ്യ സൈന്യം ഈ യഹൂദയുടെ പട്ടണത്തെ ഫുള്ള് വളഞ്ഞിട്ട് അവർക്ക് എന്തോ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് ഇല്ലാതിരിക്കുക. they were so much scarcity. അവിടെ ഒരു വലിയൊരു ക്ഷാമം നടക്കുക. അവിടെ ക്ഷാമം നടക്കുന്നത് ഇങ്ങനെ ഈ എലീശ ഈ രാജാവിനോട് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. യെസ്. അതിൻ്റെ ഏത് വേഴ്സ് അത്? 6:8. Yeah, okay. So അവിടെ എഴുതിയിരിക്കുന്നു. And yes. Be aware that thou hast not such a place, but either the Syrians have come down. Yes. അവിടെ ആ വാർ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 24 ഒന്ന് വായിച്ചേ. യെസ്. യെസ്. മഹാക്ഷാമം ഉണ്ടായി അല്ലേ. അവിടെ അത് അങ്ങനെ എഴുതി വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ക്ഷാമം ഉണ്ടായതിന് ശേഷം ഇതിൻ്റെ 30ാമത്തെ വാക്യം വായിച്ചേ. സോ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, എലീഷ ആക്ച്വലി ഈ രാജാവിനോട് ഈ രാജാവെന്ന് പറയുന്നത് ഈ ജെറോമാണ്, സൺ ഓഫ് ഏഹാബിൻ്റെ മകനായ ജെറോമാണ്. അത് ആക്ച്വലി 2 Kings chapter 3 verses 1 എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം. 2 Kings chapter 3 verses 1. ആ രാജാവായ ഇസ്രായേലിൻ്റെ ഉണ്ടായിരുന്നു, യഹൂദയുടെ രാജാവായ യെസ് യഹോറാം. ശമരി എന്ന് ഉദ്ദേശിക്കുന്ന ശമരി അതിൻ്റെ ക്യാപിറ്റലായിട്ട് ഇസ്രായേൽ 10 ഫാമിലിയുള്ള 10 ഗോത്രമുള്ള 10 ട്രൈബുള്ള ആ ഒരു രാജ്യവും 2 ട്രൈബ്സുള്ള യഹൂദയും. ഈ ഇസ്രായേലിൻ്റെ രാജാവായ ജെറോബാമിൻ്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ജെറോഹാം അങ്ങനെ ആ രാജാവിൻ്റെ കാലത്താണ് ഈ സംഭവിക്കുന്നത്. Now Elisha actually told them that you are going to defeat this king, Aramean king, ഈ അസിറിയൻ കിങ്ങിനെ തോൽപ്പിക്കുമെന്ന്
പ്രോമിസ് കൊടുക്കുകയാണ്. നൗ ഈ കിങ് പിന്നെ ഒരു റെസ്പോൺസ് പറയുന്നുണ്ട്. 30 എഴുതിയിട്ടുണ്ട്, 6:30, 2 Kings chapter. He heard the words of the woman. He tore his clothes. Now he was passing by on the wall. And the people looked, and behold, he had sackcloth beneath on his body. Then he said, May God do so to me, and more also, if the head of Elisha, the son of Shaphat, സോ remains on me. ആ കിങ് ഈ എലീഷയുടെ നേരെ വരുക. എന്തിനാ വരുന്നത്? എലീഷ ആക്ച്വലി പ്രോമിസ്ഡ് ആൻഡ് prophesied that this famine will be gone. Famine will be removed from this place, and the army that is surrounded this place will be defeated by the king. Now ഇത് കഴിഞ്ഞിട്ട് എലീഷ പിന്നെയും അവർക്ക് പ്രോമിസ് കൊടുക്കുകയാണ്. Again എലീഷ is actually giving up. അതാണ് chapter 7:1 എഴുതിയിരിക്കുന്നത്. അതുവശം, hear the word of the Lord. This is what the Lord says. About this time tomorrow at the gate of Samaria 6 quarts of fine meal will sell for a shekel, and 12 quarts of barley will be sell for shekel. Now ഇത് പറഞ്ഞതിന് ശേഷം ആ രാജാവിൻ്റെ, ഈ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവിൻ്റെ ക്യാപ്റ്റൻ എന്തുവാണ് പറയുന്നതാണ് നമ്പർ ചാപ്റ്റർ വേഴ്സ് 2 എഴുതിയിട്ടുണ്ട്. Then the captain, the kings, അത് വെച്ച് The royal officer on whose hand the king was leaning answered the man of God and said, Behold, if the Lord should make windows in heaven, could this thing be? Then he said, Behold, you will see it with your own eyes. സി അവിടെ ആദ്യം അത് മലയാളത്തിൽ ഒന്ന് വായിച്ചേ. രാജാവിന് കൈത്താങ്കൾ കൊടുക്കുന്ന അകപ്പടി നായകൻ യെസ്, ദൈവപുരുഷനോട് യഹോവ ആകാശത്ത് കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കും. സി ഹൗ ഡസ് ദ കിങ്സ് ക്യാപ്റ്റൻ റെസ്പോണ്ട് ടു എ പ്രോമിസ്? ദൈവത്തിൻ്റെ വചനത്തോട്, ദൈവത്തിൻ്റെ പ്രോമിസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന എങ്ങനെ റെസ്പോണ്ട് ചെയ്ത്? സോ ഇൻസ്റ്റെഡ് ഓഫ് റിസീവിങ് ദാറ്റ് ബ്ലെസ്സിങ്, ഹീ ഈസ് സെയിങ് ഈ കാര്യം സാധിക്കുമോ എന്ന്. ഈ യഹോവ ആകാശത്തിലെ കിളിവാതിൽ തുറന്നുണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്നാണ് അവൻ്റെ റെസ്പോൺസ്. നൗ വാട്ട് ഈസ് എലീഷ സെയിങ്? ആ വേഴ്സ് അതിൻ്റെ തുറന്ന് എഴുതിയിട്ടുണ്ട്. യെസ്, നിന്റെ കണ്ണുകൊണ്ട് your own eyes will see it, നീ അത് കാണും, but നീ അതൊന്നും തിന്നുകയില്ല. സോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 23 തോന്നുന്നു, 23 എന്ന് വായിച്ചേ. Actually 6:23. No, it's okay. 17. Yes. ജനം അവനെ ചവിട്ടിക്കളഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, if somebody speaks a God's promise into your life, receive it. Do not reject the promises that God has given in your life, because God can actually, it may not happen right now, it will certainly happen. When God promises something in your life, when God speaks a word into your life, when ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വചനം നിങ്ങൾക്ക് തരുമ്പോൾ, receive it. God, say to God that, God, let this happen to me. Let that happen to me. That should be our attitude, right? നമ്മൾ മൂന്ന് വിഷയങ്ങൾ ഇപ്പം നമ്മൾ നോക്കിയല്ലോ. Now നമ്മൾ let's go back to Isaiah. അതൊന്നിട്ട് വായിച്ചേ. Isaiah chapter 37 verses 30. Yes. So how many of you can actually take this as a promise? എത്ര പേർക്ക് റിസീവ് ചെയ്യാൻ പറ്റും? And you should understand that ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ 37 36 തൊട്ട് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. വൈ ഗോഡ് ആക്ച്വലി, പരിശുദ്ധ ആത്മാവ് എന്തുകൊണ്ട് ഈ വചനം തൻ്റെ ജനത്തിന് കൊടുക്കുന്നെന്നുള്ള ആ കോണ്ടെക്സ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. Now നമ്മുടെ എല്ലാം ജീവിതത്തിൽ വി ഓൾ ഹാവ് certain things that we are rejected it. നമ്മൾ റിജക്റ്റ് ചെയ്ത ചില വിഷയങ്ങൾ നമ്മൾ ഒരു കാലത്ത് ഇത് ശരിയാകത്തില്ല, ഒരു കാലത്ത് ഇത് നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ബട്ട് God is here saying that things are going to change. അവിടെ എഴുതി വെക്കുക, this is the promise, this is the sign that you're going to see that ഈ ആണ്ടിൽ പാടുവിത്ത് വിളയും. Not just this year,
It also goes to the next year. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് 7th year is a sabbatical year where they don't actually seed any seeds. അവിടെ അത് റെസ്റ്റ് ചെയ്യണം, ആ ഫുൾ ഇയർ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഇയർ പിന്നെ സോ ചെയ്ത്. Now God is here is saying, even though your army, your enemies have destroyed the promises that you received in your life, അവരുണ്ടാക്കിയ എല്ലാ അവരുടെ ധാന്യങ്ങളെല്ലാം അവർ എതിർപക്ഷ എനിമീസ് എന്ത് ചെയ്തു? ഡിസ്ട്രോയ് ചെയ്തു. What God is here is saying, do not dishearten. നീ നിരാശപ്പെട്ടു പോകണ്ട. Do not be disheartened. That God is going to do something miracle. God is going to raise things that you thought is dead. അവിടെ എഴുതിയിരിക്കുന്നത് പടുവിത്ത് എന്തുവാ? Things that are you thrown away. They would never grow up and give you fruit in your life. നമ്മൾ റിജക്റ്റ് ചെയ്ത ചില വിഷയങ്ങൾ എന്ത് ചെയ്യുവാണ്? God is going to raise it up. Can you believe that? റൈറ്റ്? അവിടെ നമ്മൾ ഇച്ചിരൂടെ ഒന്ന് സമയമുള്ളൂ. നമുക്ക് കുറച്ച് വാക്യങ്ങളൂടെ നമുക്ക് വായിക്കാം. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഇത് 2 Kings chapter 18 ഞാൻ ഒന്ന് എടുത്തോട്ടെ. 2 Kings chapter 18 13 to 16 എന്ന് വായിച്ചേ. Year of King Hezekiah. Yeah. Sennacherib, king of Assyria, came up against all the fortified cities of Judah and seized them. Then Hezekiah, king of Judah, said to the king of Assyria in that day, saying, I have done wrong. Withdraw from me. Whatever you impose on me, I will bear. So the king of Assyria acquired of Hezekiah, king of Judah, 300 talents of silver and 30 talents of gold. Hezekiah gave him all the silver which was found in the house of the Lord and in the treasuries of the king's house. In King's Palace. അത് മലയാളത്തിൽ ഒന്ന് വായിച്ച്. അത് തുടക്കം എങ്ങനെയാണ്? ഈ സെനക്രിബ്, അത് എനിക്ക് തോന്നുന്നു ഒരു അസീറിയൻ കിങ്ങാണ്. അസീറിയൻ കിങ് ഇസ്രായേൽ മക്കളെ ആക്രമിക്കാനായിട്ട് വരികയാണ്, അല്ലേ? അപ്പോൾ ആക്രമിക്കാനായിട്ട് വരുന്നത് അവിടെ എഴുതി വെച്ചേക്കാണ്. അത് മലയാളത്തിൽ വായിച്ച് വേഴ്സസ് 13 to രാജാവായ ഹിസ്കിയാവിന്റെ 14-ാം ആണ്ടിൽ യെസ്. അശ്ശൂർ രാജാവായ സെൻകെരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്നു. യെസ്. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാക്കീശിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു, ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ടു മടങ്ങിപ്പോകണം, നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറയും. അശ്ശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. യെസ്. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലെ ഗായക സി അവിടെ എഴുതി വെച്ചേക്ക് യഹോവയുടെ ആലയത്തിൽ നിന്നാണ് ഇവൻ എന്ത് ചെയ്ത് ഈ ഹിസക്കിയാവ് ഈ എനിമീസ്. സോ അവിടെ ഒരു വലിയൊരു ആത്മീയാർത്ഥമുണ്ട്. What I want to say is, when enemy comes into your life, when devil comes into your life, do not give away things that God has given you. അല്ലേ? അവിടെ ആദ്യം അവൻ എന്താ ചെയ്യുന്നത്? He actually releases 11 ton of silver എന്ന് എഴുതി വയ്ക്കുന്നത്. ഇംഗ്ലീഷ് എഴുതി 11 tons of silver and 1 ton of gold from the king Hezekiah of Judah. യഹൂദ രാജാവായ ഹിസക്കിയാവ് 11 tons of silver, ഒന്ന് ആലോചിച്ച് വയ്ക്കുന്നത്, 11 tons of silver കൊടുത്തു. ഒരു 1 ton ഗോൾഡും കൊടുത്തെന്ന് പറഞ്ഞു. And where did it actually came from? യഹോവയുടെ ആലയത്തിൽ നിന്നാണ് ആരെടുത്ത്? ഈ ഹിസക്കിയാവ് എടുത്ത് ഈ എതിർപക്ഷത്തിന് കൊടുത്ത്, ഈ എനിമിക്ക് കൊടുത്ത്. അതിൻ്റെ അകത്ത് ഒരു ആത്മീയാർത്ഥം എന്ന് വെച്ചാൽ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രോമിസ്, അറ്റ് എനി കോസ്റ്റ് വി ഷുഡ് നോട്ട് ഗിവ് അവേ എനിത്തിങ് ദാറ്റ് ബിലോങ്സ് ടു ഗോഡ്സ് ടെമ്പിൾ, അല്ലേ? ഇവിടെ യഹോവയുടെ ആലയം എന്ന് ഈ പുതിയ വിശ്വാസികളെ നമ്മളെന്ന് യഹോവയുടെ ആലയം ആരാ? വി ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. And when enemy comes into your life, do not give away that God has stored in your life. Do not give away what God has stored in your life. നമ്മുടെ ജീവിതത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ചില പ്രോമിസസ്, ചില നിക്ഷേപങ്ങൾ, അല്ലേ? ചില ഡെപ്പോസിറ്റ് God has deposited into your life. Do not give away that belongs to God. അതാണ്. അത് കഴിഞ്ഞിട്ട് ഈ യഹൂദ രാജാവ് ഹിസ്കിയാവ് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ സിറിയൻ കിങ് സെനക്കറിബ് എന്ത് ചെയ്തു? പോയില്ല. See, what I'm trying to say is, if you were to give something
to your enemy, don't think that he will go away. He is going to keep coming back. അവൻ നമ്മളെ വിട്ടുപോകുന്ന എന്ത് ചെയ്യില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളെ നമ്മൾ വിട്ടുകൊടുത്ത പോട്ടെ അല്ല വിട്ടുകൊടുത്തെന്നിരുന്നതിലും enemy is not going to go away. Enemy will not go away. അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ സെനക്കരിബ് പിന്നെ അവൻ്റെ പടനായകനെ അയക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം 19 തൊട്ടൊന്ന് വായിച്ചേ. ഈ സെനക്കരിബിൻ്റെ പടനായകൻ, ക്യാപ്റ്റൻ ഓഫ് their army came, ഈ ഹിസ്ക്കിയാവിൻ്റെ കൊട്ടാരത്തിനടുത്ത് വളഞ്ഞിരിക്കുക. വളഞ്ഞിരുന്നിട്ട് അവൻ പറയുകയാണ്, വായിച്ചേ. യെസ് 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 യെസ്. So there he makes a mistake. Hezekiah, he goes to the king of Egypt for protection. ഈജിപ്തിലെ കിങ്ങിനോട് പോയി ഫറോയോട് പറയാണ്, നിങ്ങൾ അവളുമായിട്ട് സഖ്യം ചേരുകയാണ്. See, there is first mistake. As a God's people, we do not have to rely on somebody else. നമ്മൾ ദൈവജനമായ നമുക്ക്, when enemy comes into your life, we do not have to rely on somebody else. Right? Keep reading. Yes, ഈ enemy തന്നെ പറയാണ്, എന്തോ പറയുന്നത്? Are you trusting in somebody when you should be trusting in God? Enemy തന്നെ നമ്മളോട് പറയാണ്, എന്തോ പറയുന്നത്? Why are you trusting this person? Because he cannot save you from me. enemy ഈ ഇസ്രായേലിന്റെ രാജാവിനോട് പറയാ. Okay. Yes. Yeah, so അവിടെ ഈ enemy ഒരു enemy makes a claim. ആ ക്ലെയിം നമ്മൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യണം. At 22 ഒന്ന് വായിച്ച്, ഞാൻ വായിക്കാതെ. Suppose you say to me, we trust in the Lord our God. Isn't he the one whose high places and altars Hezekiah has removed? Enemy actually got it reversed. അവർ എഴുതി വെച്ചേക്കുന്നത് എന്തോ എഴുതി വെച്ചേക്കുന്നത്? Isn't he, Hezekiah actually അഹാബിൻ്റെ സണ്ണാന്ന് തോന്നുന്നു. It doesn't matter. So Hezekiah 25ാമത്തെ വയസ്സിൽ കിങ് ആവുമ്പം first thing he thinks he does is, അത് നമുക്കൊന്ന് നോക്കാം. ഈ ഹിസ്ക്കിയാ കിങ് ആവുമ്പം he does something. He actually 18 verses 1 through ഒന്ന് വായിച്ചേ. ഹിസ്ക്കിയാ എന്തോ ചെയ്യുന്നെന്ന്. Yes. Yes. ഹിസ്ക്കിയാവ് രാജാവായി. And what does he do? Yes. Yes. Okay, verse 4 വായിച്ചേ. He removed the high places. High places എന്തോ ആയിരുന്നു? ഏതായിരുന്നു high places? These are the high places of Asherah. Asherah പ്രതിഷ്ഠകളെയൊക്കെയാണ് എന്ത് ചെയ്ത് ഈ ഹിസ്ക്കിയാ ഷാറ്റർ ചെയ്യുന്നത്. Okay, keep reading. For the Israelites, അവിടെ എഴുതിയിരിക്കുന്ന the bronze snake that അന്ന് എന്തോ ഇസ്രായേൽ മക്കളെ ഈ സർപ്പം ഉയർത്തി അതവരെന്ത് ചെയ്തു? അതവർ പ്രതിഷ്ഠയാക്കി കളഞ്ഞു. See how God's people actually came to this. ദൈവം ആക്ച്വലി അതിനെ എന്തിനാണ് യൂസ് ചെയ്തത്? So that they could live back, അല്ലേ? അവർക്ക് ജീവൻ വരാൻ വേണ്ടി വെച്ച ഒരു സാധനമാണ്. They actually made it as an idol. How pathetic is it, right? When Hezekiah came into their into reign, one of the things he does is Hezekiah അതിനെ നശിപ്പിച്ചെന്ന് എഴുതി വെച്ചേക്കുന്നത്, അല്ലേ? And he called it Nehushtan. അങ്ങനെ അതാണ്. പക്ഷേ okay, let's come back. Verses 22 ഒന്ന് വായിച്ചേ. Suppose you say to me, we trust in the Lord our God. Isn't he the one whose high places and altars Hezekiah removed? Enemy got it reversed.
എനിമി എന്തോ ഇസ്രായേൽ യഹൂദ ആൾക്കാരോട് എന്തോ പറയുന്നത്? പലയിടത്തും ഒന്നും വായിച്ചേ. അവൻ്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹെസക്കിയാവ് നീക്കി കളഞ്ഞിട്ടല്ലയോ യഹൂദന്മാരോട് ഇസ്രായേലോട് ഇസ്ലേമിലെ ഈ യാഗപീഠത്തിന്മേൽ നമസ്കരിക്കാൻ കൽപ്പിച്ച്. എനിമി ആക്ച്വലി ഗോട്ട് ഇറ്റ് റിവേഴ്സ്. Now let's move on. അതിൻ്റെ 23 എന്ന് വായിച്ചേ. And what does the enemy says? Now therefore I pray thee, give thanks to my God, the King of Israel, and I will deliver thee 2,000 horses. And the devil is saying, make peace with me. So from threatening, he actually comes into where he's saying, make peace with me. He changes his strategy. When he changes his strategy, what does he say? I will give you 2,000 horses. ആരെ പറയുന്നത്? എനിമി ഈ യഹൂദയുടെ ക്യാപ്റ്റന്മാരോട് പറയാണ്, I will give you 2,000 horses. അത് let's skip it. അത് കഴിഞ്ഞിട്ട് verses 26 പറയാണ്, those are the three people that belongs to the king's army. Army, and the ministers are, they are like high officials. They are actually speaking on behalf of Hezekiah to this captain that came into to give these threats. 26 വായിച്ചേ. Yeah. അരാമ്യ ഭാഷയിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ. We know it. Because the people on the high walls, they are listening, because this devil is speaking in Hebrew, and the response is this king's captain saying, do not speak to us in Hebrew, because people are listening and they will be disheartened. All right, keep reading. Okay, 27. See, അവിടെ ഈ ഒരാളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവിടെ സംസാരിക്കുന്നത് അല്ലേ? യഹൂദ രാജാവിനെ വളരെ നീചമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു വാക്കാണ് ഡെവിൾ ചെയ്യുന്നത്. Now ഇത് കഴിഞ്ഞിട്ട് he goes on to say in verse 33 എന്ന് വായിച്ചു, 31 തൊട്ട് വായിച്ചേ. Yes. So that's where it gets interesting. So where does he first start? He starts from threatening. അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭാഗത്താണ്. Then verses 23 പറയുന്നുണ്ട്, let's make treaty. ഈ ഡെവിളിന്റെ സ്ട്രാറ്റജി നോക്കിക്കോണേ. So he started from threatening. He goes on to saying, let's make treaty. Next he goes on to saying something else. Okay, ഒന്നുകൂടെ വായിച്ച അതിൻ്റെ 31ന്റെ ലാസ്റ്റ് സെന്റൻസ് തൊട്ട്. Yes, 32. Then I will come, the king, the Assyrian king will come and take you to a land. What does it say? To a land of your own, land of grain and new wine, and a land of bread and vineyards, and a land of olive trees and honey, so that you may live and not die. See how twisted the devil actually plans it. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെ എഴുതി? ഒന്നുകൂടെ മലയാളത്തിൽ ചോദിച്ചേ. വീഞ്ഞു, അപ്പോ, മുന്തിരിത്തോട്ടം, ഒലിവ് എണ്ണയും തേനുമുള്ള ദേശത്തെ നിങ്ങളെ കൊണ്ടുപോകുന്ന പറഞ്ഞേക്കുന്നത് അല്ലേ? See, is that really a truth? That is not the truth. Nowhere in the history, when an enemy comes into your life, he only comes in to destroy it. He only comes into your life to take away things that are precious to you, precious promises in your life. Keep on reading. Yes, so he goes on to say, the God who says that will deliver us. Hezekiah was trying to boost up the people. Do not lose heart, because God is going to do miracles for us. Then 19 അടുത്ത ചാപ്റ്റർ വരുന്നത് Hezekiah goes on to pray one of the beautiful prayer. Chapter 19 verses 14 on വായിച്ചേ. 19. Yes.
See, അവിടെ ഒരു വലിയ ആത്മീയാർത്ഥമുണ്ട്. See, when something happens into your life, you should, as a Christian, you should go back to the presence of the God. അവിടെ എഴുതി വെച്ചേക്കാണ്, he went up to the Lord's temple and spread it out before the Lord. He opens up his troubles. He opens up his problems in front of who? In front of the God himself. So that അവിടെ ഒരു വലിയ ആത്മീയാർത്ഥമുണ്ട്. We should learn that whenever we face troubles in your life, you should go back to you, God, and God's presence, and open up your problems to God. Not make treaty or make peace with devil, right? Okay, keep reading. ഹിസ്കീയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്നാൽ, കെരൂബുകൾക്ക് മേൽ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവേ, ചെവിയായിച്ച് കേൾക്കണമേ. യഹോവേ, തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അയച്ചിരിക്കുന്ന സന്യരുടെ വാക്ക് കേൾക്കണമേ. യഹോവേ, അശ്ശൂർ രാജാക്കന്മാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ. അവരുടെ ദേവന്മാരെ അവർ തീരിട്ട് ചുട്ടുകളഞ്ഞു. അവ ദേവന്മാരല്ല, മനുഷ്യന്റെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരിക്കുന്നുവല്ലോ. ആകയാൽ അവർ അവനെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവമെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിനാ Yes. ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. See, Hezekiah goes on to pray one of the beautiful prayers in the Bible. This is one of them. When he was faced with a lot of troubles in his life, when the enemy surrounded his palace, he goes on to pray this beautiful prayer. Now, and he then goes to Isaiah for counsel. And that's where Isaiah sends a messenger and he says this promise into his life. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ആ പ്രോമിസ് ഒന്നുകൂടെ വായിക്കാം. ആക്ച്വലി ഈ സെയിം ഐസയയിലുള്ള ആ സെയിം വേഴ്സ് 29-ലുണ്ട്. Chapter 19 verses 29. And This shall be your sign unto thee. you shall eat this year such things as grow of themselves, and in the second year that which springeth of the same, and in the third year sow yield, and reap and plant vineyards, and eat the fruits thereof. Yes, so based on the background that we heard, and God is actually giving a promise into his life. Can you, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മണ്ടയ്ക്ക് പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചു, and God comes into your life saying that, and you are going to see some changes into your life that you have not sow any seed for it. നിങ്ങൾ നടാത്ത ചില വിത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? It's going to spring up, it's going to fruits, it's going to bring fruits for you. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? God, such an amazing promise, and Hezekiah actually believes it, and God actually goes on to verse അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ verse 35-ൽ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ ദൂതൻ ഇറങ്ങി അവരെത്ര പേരെ കൊന്നത്? 1,85,000 പേരെ ആ ദിവസം കൊന്നെന്നാണ് എഴുതി വെച്ചേക്കുന്നത്, അല്ലേ? See how amazing how God can actually do such a miracle when you are surrounded with problems in your life. God actually can, when God promises something into your life, receive it. Even though the surrounding circumstances that you're in may not be good for you, may not make you believe that God's promise. അല്ലേ? നമ്മൾ since we are coming up with the time, I will tell you a couple of other things. നമ്മൾ ജബേസിൻ്റെ പ്രാർത്ഥന ഇന്ന് ജസ്റ്റിൻ ആക്ച്വലി ഇന്ന് പറഞ്ഞല്ലോ, എൻ്റെ അതിരുകളെ വിസ്താരപ്പെടുത്തണമേ എന്ന് എന്ത് ചെയ്തു? He goes on to pray. അതെവിടെ എഴുതി വെച്ചേക്കുന്നത്? First Chronicles chapter 4 verses 14 വായിച്ചേ. Yes. ആൻറ്റി അത് ഏത് വേഴ്സാ? 4:10. ഓക്കെ. യെസ്, അവിടെ അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി, അല്ലേ? എബേസ് എങ്ങനെ ജനിച്ച് അവൻ്റെ മാതാവ് അവൻ എന്തോ ചെയ്ത് വെക്കുന്നത്? ഈ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞ് അവനെ ജബേസ് എന്ന് പേരിട്ടു. See, he comes into this world with so many problems, so many pains, and he was rejected. He was rejected, and even his mother actually rejected him, saying he should be named what? He should be named a son of pain. അവിടെ എഴുതി വെച്ചേ.
അവനെ ഞാൻ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ എബേസ് എന്ന് വിട്ടു. When the mother actually rejected him, and what God does in his life, God actually grants his wish. എന്തോ അവൻ വിഷ് ചെയ്ത്, expand the boundaries that I have. അല്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കായ് എന്നോട് കൂടി ഇരുന്ന് ഈ അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാവുന്ന എന്നെ കാക്കുകയും ചെയ്താൽ. He goes on to pray, God, please help me. Even my mother has rejected me, and there is no way that a fruit is going to come out of me, because even my name says I'm a pain. അല്ലേ? സി അതാണ് ഒരു വിഷയം പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ മോസസിൻ്റെ കാര്യം പഠിക്കുന്നുണ്ട് അല്ലേ? മോസസിൻ്റെ ആ വിഷയം ഒന്ന് നമുക്ക് നോക്കാം. Exodus chapter 1, actually 2, Exodus chapter 2, മോശ ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു വിഷയം എഴുതുന്നുണ്ട്. His mother actually gives away him to the Nile. നൈൽ ഒഴുകിക്കളയുക. Because his mother knows that he is not going to come back. അവൻ്റെ മദർ അവനെ ഉപേക്ഷിക്കുക. His mother says, I know there's a rule in the kingdom saying you have to kill the firstborn that is under 2 years old. 2 വയസ്സ് താഴെയുള്ളവരെല്ലാം ഇസ്രായേൽ മക്കളുടെ അവരുടെ പ്രോമിസാണ്. ഇസ്രായേൽ മക്കളുടെ പ്രോമിസ് എന്തുവാ? അവരുടെ ആൺമക്കളാണ് അവരുടെ പ്രോമിസസ്. അവരെന്ത് ചെയ്തു? They have to kill their promises. യഹോവ കൊടുത്ത പ്രോമിസസിനെ എന്ത് ചെയ്തു? They have to kill them. His family has to reject him. His family has to throw him away, because he is no longer be able to keep him in his house, because he started crying, right? അവിടെ നമുക്കൊന്ന് വായിക്കാം. Chapter 2 verses 3 തൊട്ട് വായിച്ചേ. യെസ്, അവിടെ എന്നിട്ട് നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. അതിൻ്റെ 5 ഒന്ന് വായിച്ചേ. When God actually promises in somebody's life, even though you have no way to believe it, you just reject that promises. നമ്മൾ ഒഴുകിക്കളയോ നമ്മുടെ പ്രോമിസിനെ ഒഴുകിക്കളഞ്ഞിട്ട് what does God actually does? Because God is faithful in his promises to us. യഹോവ നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസസിന് he is faithful to us. He is capable of fulfilling the promises that God has given us, even though we are not faithful, even though we reject things that promises into your life. അവിടെ യഹോവ എന്തോ ചെയ്യുന്നത്? ദൈവം എന്തോ ചെയ്യുന്നത്? Verses 5, he brings the Pharaoh's daughter went down to bathe in Nile. ആ റിവറിലേക്ക് യഹോവ ഒരാളെ കൊണ്ടുവരുവാണ്. ഒരു വ്യക്തി ജീവിതത്തെ ഈ നന്മ പുറത്തു വരുവാനായിട്ട് എന്ത് ചെയ്യുവാണ്? He brings one person into life. എന്നിട്ട് verse 6 എന്ന് വായിച്ചേ. She opens that basket. അല്ലേ? വായിച്ചേ. Yes. She felt sorry for him and said, this one of the Hebrew boys. And we all know what actually happened in his life, Moses' life. What happened? Verse 10 എന്ന് വായിച്ചേ. When he grew up, yes, he became the son of Pharaoh's daughter. And what does he call them? He calls them Moses, because she said, I drew him out of water. See, a family rejected ഒരു വ്യക്തി, when that promise has to come up into their life and say he's become a savior for the people of Israel, right? We all know the story about last ഒരു കാര്യം പറയാം. സങ്കീർത്തനക്കാരൻ actually verses Psalms 27 ഒരു വേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. Psalms 27 verse 10 എന്ന് വായിച്ചേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ. And why is the reason why David actually rises? അവൻ എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ First Samuel chapter 16 പ്രവാചകൻ ശമൂവേൽ ഈ രാജാവിനെ തെരഞ്ഞെടുക്കുവാനായിട്ട് വരുമ്പോൾ he actually comes into Jesse's house. ജെസ്സിയുടെ ഹൗസിൽ വന്നിട്ട് എന്ത് ചെയ്യുക? Let's read that. First Samuel 16 verses 5 to 14. അവൻ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടു. യഹോവയുടെ മുൻപാകെ അവൻ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു.
Yes, since we all know, let's read verse 11. Samuel, he goes on till six of his kids, right? And God says, these are not the promises. You should reject all these people. And there is one more person that his parents have not presented him. Okay, verse 11 ഒന്ന് വായിച്ചേ. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചു. ഇതിന് അവൻ, ഇനിയുള്ളതിൽ ഇളയവനുണ്ട്. അവൻ See, when a feast, when a big party, when a big festival happens in one's family, what his parents do? His parents didn't even invite him. He said, we don't want him. We let him stay in his forest. റിജക്റ്റ് ചെയ്ത സമയത്താണ് ഈ ദാവീദ് പറയുന്നത്, എന്താ പറയുന്നത്? എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്നെ കരുതുന്ന യഹോവ. See how beautiful it is when God promises something into your life. Even if you reject it, God can actually bring back things into your life. Since we are out of time, we are almost like this close. I wanted to close this little message that I have. When God promises something, receive it. Even though circumstances saying it's not going to happen. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്ന് നമ്മുടെ ചുറ്റുപാട് പറയുമ്പോൾ, believe it with your heart. Receive the promise into your life. And God is able to multiply and grow the promises into your life. And നമ്മൾ റിജക്റ്റ് ചെയ്ത ചില വിഷയങ്ങൾ, നമ്മൾ maybe one of you may be the rejected one. God is here saying, do not be disheartened. God is going to raise you up. Believe that God can actually do miracles in your life. And may God bless you with these words.